ഹായ് ഗായ്സ്, പിന്നെയും ഞാൻ ഇത് ഞാൻ വീട്ടിൽ നിന്ന് വെറുതെ കോളേജിലേക്ക് പോകാമെന്നൊരാവശ്യത്തിൽ അപ്പോൾ വെറുതെ വീഡിയോ ഒക്കെ വെച്ചിരിക്കുകയാണ്. രാവിലെ അമ്മ ഫുഡെല്ലാം തന്ന് അച്ഛൻ കൊണ്ടാക്കി ബസ്സും കയറിയിട്ട് ഞാൻ രണ്ട് മിഠായി തന്നു. മിഠായി ആരൊക്കെ ഇഷ്ടമില്ലാത്തല്ലേ. അങ്ങനെ മിഠായിയും തിന്ന് വെറുതെ ഒരു ഷോ കാണിക്കാൻ വേണ്ടി മാത്രം. പിന്നെ ഞാൻ നടന്ന് ഓട്ടോ കയറിയിട്ട് ഈ ഒരു കുന്നിൻ്റെ മേലെയുള്ള കോളേജിലാട്ടോ ഞാൻ പഠിക്കുന്നത്. എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം, അല്ലാണ്ട് ഞാൻ പറയില്ല. അങ്ങനെ ഞാൻ കോളേജിൽ കയറി സർവീസ് ഷോപ്പിൽ കയറി. അവിടെ നിന്ന് 2 കോപ്പിയെല്ലാം എടുക്കാനുണ്ടായിന്, അതെല്ലാം എടുത്തു. പിന്നെ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയായി ഗായ്സ്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് 3rd ഫ്ലോറിലാണ്. അങ്ങനെ ഞാൻ ഈ സ്ലൈഡ് കയറി 3rd ഫ്ലോറിലെത്തി. എപ്പോഴും ഇത് കയറി പോകണം കേട്ടോ, ലിഫ്റ്റൊന്നും വർക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ മനസ്സിലൊക്കെ കണ്ടു. പിന്നെ ഇവിടെ നട്ടയും പറഞ്ഞിരിക്കലായി. ഒരു സൈനിന് വേണ്ടിയിട്ട് വന്നേ. ഇതെല്ലാം പ്രിൻസിപ്പലിൻ്റെ സൈന് വാങ്ങാൻ വന്ന പിള്ളേരാണ്. അപ്പോഴത്തേക്ക് ഉച്ചയായപ്പോഴത്തേക്ക് നമുക്ക് ഫുഡാണല്ലോ മെയിൻ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ജ്യൂസിയിലാട്ടാ കയറി. ഇതാണ് നമ്മളെ ബദ്രു നമുക്ക് ബിരിയാണി എടുത്തൊന്ന്. അവിടെ സെൽഫ് സർവീസാണേ. എന്നിട്ട് അവിടെ നിന്ന് ബിരിയാണിയും കഴിച്ച്. പിന്നെ പവ്യ എന്നോട് അന്ന് 2 സിപ്പപ്പ് വാങ്ങാണ്. അങ്ങനെ സിപ്പപ്പം വാങ്ങിച്ചിട്ട് അവിടെ ഇങ്ങനെ നിന്ന്. പിന്നെ നമ്മൾ പിന്നെയും കോളേജിൽ വന്ന് അടുത്ത ക്യാൻറ്റീനിൽ കയറി. ക്യാൻറ്റീനെല്ലാം ഒന്ന് സന്ദർശിച്ച് വന്നു. അവിടെ നിന്ന് ഐസ്ക്രീമെല്ലാം നോക്കി, പുതിയ ഏതെങ്കിലും ഐസ്ക്രീം വന്നിട്ടുണ്ടോയെന്ന്. അങ്ങനെ എപ്പോഴും അങ്ങനെ കയറി നോക്കും. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണ് മെഡിറ്റേഷൻ സെൻറ്റർ. ഈ കാണുന്നതാണ് മെഡിറ്റേഷൻ സെൻറ്റർ നമ്മളെ കോളേജിൻ്റെ. ഇപ്പോൾ കെട്ടി തീർന്നിട്ടേ ഉള്ളത്. അവിടെ കയറിയിരിക്കാൻ നല്ല സുഖമാട്ടോ, നല്ല തണുപ്പാണ് അവിടെ. ഇങ്ങനെ പീസ്ഫുള്ളായൊരു സ്ഥലം. പിന്നെ അവരെ സൈനും വാങ്ങിയിട്ട് നമ്മൾ പോലായി. പോകുമ്പോഴത്തേക്കും വൈകുന്നേരമായി. എന്നിട്ട് പിന്നെയും കാസർഗോഡ് എത്തി. പിന്നെ അവിടെ നിന്ന് ബസ് കയറി. ഇതാന്നിട്ട് നമ്മൾ ഡ്രൈവർ, എൻ്റെ നാട്ടിലേക്ക് പോകുന്ന ബസ്സിലുള്ള ഡ്രൈവറാണ്. ടിക്കറ്റ് എടുത്ത്. ഇതെൻ്റെ ഇഷ്ടമുള്ളൊരു കണ്ടക്ടർ കേട്ടോ. 8ാം ക്ലാസ് മുതൽ പരിചയമുണ്ട് ആ കണ്ടക്ടറിനെ. പിന്നെ എൻ്റെ നാട്ടിലെത്തിയപ്പോൾ വലിയൊരു സമാധാനം. പിന്നെ അമ്മ ടി വിയും കണ്ടിരിക്കുന്നുണ്ടായിന്. അത് കുഞ്ഞാറ്റക്ക് കിട്ടിയ ചാൻസ് അല്ലേ പറഞ്ഞിട്ട് എൻ്റെ നഖത്തിന് നെയിൽ പോളിഷെല്ലാം കളഞ്ഞ്. അതെൻ്റെ ഫ്രണ്ടിൻ്റെ വീടാട്ടോ. അത് ഫ്രണ്ടിൻ്റെ അമ്മ. ഇതെല്ലാം നാട്ടിലുള്ള എൻ്റെ പിള്ളേരാണ്, അടുത്ത പിള്ളേരൊന്നുമല്ല. പിന്നെ ഞാൻ ആ കുഞ്ഞിനെ വെച്ച് എന്തെല്ലോ കളിച്ച്. കുഞ്ഞും കളിക്കുന്നുണ്ട്, കരയുന്നൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞാൻ എന്തെല്ലോ അവിടെ നിന്ന് കാണിച്ചു കൂട്ടി. ഞാൻ അവിടെ പോയി എന്തെങ്കിലെല്ലാം ഇങ്ങനെ എടുത്ത് വെക്കും കേട്ടോ. എനിക്കങ്ങനെ ഓരോ ഭ്രാന്തുണ്ട്. പക്ഷെ ശരിക്കും ഭ്രാന്തില്ല കേട്ടോ. ഇതാണ് ഇവളെ ഭ്രാന്ത്. അങ്ങനെ ബായ്.